ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാളമീൻ കറി ആയിട്ടാണ്. അതായത് മത്തിക്കറി തനി നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 500 ഗ്രാം മത്തി നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിലാണ് ഞാനിവിടെ കുതിർത്ത് വെക്കുന്നത്. ഇതിപ്പോൾ പഴയ പുളി ആയതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ ചെയ്തത്. പുതിയ പുളിയാണെങ്കിൽ ചുടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇനി 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 2 തക്കാളി, കൊച്ചുള്ളി ഒരു 10 എണ്ണം എടുക്കാം. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 2-3 സ്പൂൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നരടി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ മീൻകറിയുടെ രുചി ഏറെ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തക്കാളി, പച്ചമുളക് ഇതെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കൊച്ചുള്ളി ഏകദേശം കൈ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി തക്കാളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ ഇതേപോലെ കയ്യിലോ കട്ട് ചെയ്തെടുക്കാം. തക്കാളി എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് കറിയുടെ രുചി കൂടുന്നത്. പിന്നെ പച്ചമുളക് എരിവില്ലാത്തതായതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും ചെറുതാണ് കേട്ടോ. അതും സെൻറ്ററിൽ കൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും കറിയുടെ രുചി കൂട്ടാനായിട്ട് പച്ചമുളകാണ് നമ്മളെ സഹായിക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇഞ്ചി നല്ല വലിയ കഷ്ണം ആയതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതും പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക. അതാണ് ഏറ്റവും മീൻ കറിക്ക് രുചി കൂട്ടുന്നത്. അതില്ലെങ്കിൽ സാധാ അടിക്കട്ടിയുള്ള പാൻ എടുത്താലും മതി. ഇപ്പോൾ പുളി നമ്മൾ കുതിർത്ത് വെച്ചത് ഒരു അരിപ്പ ഉപയോഗിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് 2 പ്രാവശ്യം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പുളിവെള്ളമെല്ലാം ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഓരോ ഐറ്റങ്ങളായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തക്കാളി ചേർക്കാം, പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് 1-2 സ്പൂൺ ചേർക്കാം. ഞാനിവിടെ 1.5 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി. കറിയുടെ നിറം കൂട്ടാനായിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അല്പം കല്ലുപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നമുക്ക് ഈ ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചാള കറിയാണിത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ചട്ടി അടുപ്പത്തോട്ട് വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം നല്ല രീതിയിൽ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോഴാണ് കറിയുടെ രുചി കൂടുക. ആ പുളിയെല്ലാം ഒന്ന് സെറ്റായിട്ട് വരണം. ഒന്നുകൂടി കുറുകി വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അപ്പം നല്ല രീതിയിൽ അടച്ച് വെച്ച് ഇപ്പം ഒന്ന് കറി സെറ്റായി വന്നിട്ടുണ്ട്. അല്പം കറി നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചാളമീൻ ചേർത്ത് കൊടുക്കാം. ചാള എന്ന് പറയുന്നത് മത്തിയാണ് കേട്ടോ. നിങ്ങളുടെ നാടുകളിൽ എന്താ പറയുക എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. ഇവിടെ മത്തി എന്നാണ് പറയുക. നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം മാത്രമേ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവൂ. പിന്നെ നല്ല രീതിയിൽ തിളച്ച ഉടനെ ഇതേപോലെ കയ്യിലുപയോഗിച്ച് ഇളക്കരുത്. ചട്ടി ചുറ്റിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് കൊച്ചുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചട്ടി ചുറ്റിച്ചെടുക്കാം. അപ്പം മത്തി അഥവാ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.